ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. സ്ത്രീകളുടെ മുന്നേറ്റത്തിന് ഊർജം പകരാൻ സന്നദ്ധരാണ് നഗരത്തിലെ സാമൂഹിക സംഘടനകൾ. അടുക്കളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന വീട്ടമ്മമാരാണ് പ്രചോദനം ഉൾക്കൊണ്ട് തൊഴിൽ മേഖലയിൽ വിജയം കൊയ്തത്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്ക് ശേഷം. രാജ്യത്ത് നിലനിൽക്കുന്ന അസഹിഷ്ണുതയും വർഗീയ ചേരിതിരിവും ഇല്ലാതാക്കാൻ യോജിച്ച പ്രവർത്തനം ആവശ്യമാണെന്ന് INTUC ദേശീയ വൈസ് പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് നഗരശുചീകരണ തൊഴിലാളികളുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച്. നഗരത്തിൽ വീണ്ടും അഗ്നിബാധ. പുതിയ സ്റ്റാൻഡ് മാവൂർ റോഡ് ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസിൽ നിന്നാണ് തീ പടർന്നത്. വിശദമായ വാർത്തകളിലേക്ക്. നഗരത്തിൽ KSRTC ബസിൽ നിന്ന് തീ പടർന്നത് ജനങ്ങളെ ഭീതിയിലാക്കി. പുതിയ സ്റ്റാൻഡിന് സമീപം മാവൂർ റോഡ് ജംഗ്ഷനിലാണ് സംഭവം. കോഴിക്കോട് കൊയിലാണ്ടി റൂട്ടിലോടുന്ന KSRTC ബസിൽ നിന്ന് തീ പടർന്നത് ജനങ്ങളെ പരിഭ്രാന്തരാക്കി. പുതിയ സ്റ്റാൻഡിന് സമീപം മാവൂർ റോഡ് ജംഗ്ഷനിലാണ് സംഭവം. യാത്രക്കാരുമായി പോവുകയായിരുന്ന KSRTC ബസിന്റെ പിൻഭാഗത്തെ ടയറിൽ നിന്നാണ് തീ പടർന്നത്. ഫയർഫോഴ്സ് എത്തി ആളിപ്പടർന്ന തീയണച്ചതോടെയാണ് ഏറെ നേരത്തെ അനിശ്ചിതത്വം മാറിയത്. KSRTC ബസിൽ നിന്ന് തീ ഉയരുന്നത് കണ്ട് പുതിയ സ്റ്റാൻഡ് പരിസരത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തിയാണ് ഗതാഗതം നിയന്ത്രിച്ചത്. സംഭവത്തെ തുടർന്ന് KSRTC ബസിൽ നിന്ന് പെട്ടെന്ന് യാത്രക്കാരെ പുറത്ത് എത്തിച്ചതും വൻ ദുരന്തമാണ് ഒഴിവാക്കിയത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. രാജ്യത്ത് നിലനിൽക്കുന്ന അസഹിഷ്ണുതയും വർഗീയ ചേരിതിരിവും ഇല്ലാതാക്കാൻ യോജിച്ച പ്രവർത്തനം ആവശ്യമാണെന്ന് INTUC ദേശീയ വൈസ് പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ. ഓൾ ഇന്ത്യ നാഷണൽ ലൈഫ് ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓൾ ഇന്ത്യ നാഷണൽ ലൈഫ് ഇൻഷുറൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ INTUC ദ്വൈവാർഷിക അഖിലേന്ത്യാ സമ്മേളനം 20-21 തീയതികളിൽ കോഴിക്കോട് മലബാർ പാലസിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 500ഓളം പ്രതിനിധികളും നിരീക്ഷകരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഫെഡറേഷന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായ കോഴിക്കോട് MP MK രാഘവൻ അധ്യക്ഷം വഹിച്ചു. INTUC ദേശീയ വൈസ് പ്രസിഡന്റും കേരള സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റുമായ R ചന്ദ്രശേഖരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാർ പിന്തുടരുന്ന തൊഴിലാളി വിരുദ്ധ കോർപ്പറേറ്റ് അനുകൂല സാമ്പത്തിക നയങ്ങൾക്കെതിരെ മറ്റ് തൊഴിലാളി വിഭാഗങ്ങളുമായി യോജിച്ച് സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് R ചന്ദ്രശേഖരൻ പറഞ്ഞു. രാജ്യത്ത് നിലനിൽക്കുന്ന അസഹിഷ്ണുതയും വർഗീയ ചേരിതിരിവും ഇല്ലാതാക്കുന്നതിന് യോജിച്ച പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. A chance to rule this country in one style or other. You remember that the Communist Party ഇൻഷുറൻസ് മാർക്കറ്റിൽ രൂക്ഷമായ മത്സരം നേടുന്ന സന്ദർഭത്തിൽ LICയെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ എടുക്കേണ്ട നടപടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. K അനന്തൻ നായർ, VR നാരായൺ പ്രകാശ്, വൈഷ്ണ ചന്ദ്രൻ, KM സംഗീത, ആദർശ് PS, ഡോക്ടർ MP പത്മനാഭൻ, അഡ്വക്കേറ്റ് M രാജൻ, K രാജീവ്, ദീപക് ശർമ്മ, MK ബീരാൻ, P വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നഗരശുചീകരണ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണത്തിൽ സർക്കാർ അമാന്തം കാട്ടുന്നു എന്നും ഉടൻ തന്നെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നും കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് M മോഹനൻ. ശുചീകരണ തൊഴിലാളികൾ കോർപ്പറേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശുചീകരണ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണം പ്രഖ്യാപിക്കാത്ത സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് വർക്കേഴ്സ് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് M മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. നഗരശുചീകരണ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണത്തിൽ സർക്കാർ അമാന്തം കാട്ടുന്നു എന്നും ഉടൻ തന്നെ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ ഇത്തരം നിലപാടുകൾ തൊഴിലാളികളെ സമരങ്ങളിലേക്കാണ് തള്ളുന്നതെന്നും
ചർച്ചയ്ക്ക് ശേഷവും നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണെങ്കിൽ 26 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനാണ് തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുതലക്കുളം പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ എത്തിച്ചേരുകയായിരുന്നു. ചടങ്ങിൽ AITCU പ്രതിനിധി സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. കേരള സ്റ്റേറ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ AITC പ്രതിനിധി VT ഗോപാലൻ, മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് INTUC പ്രതിനിധി സുരേന്ദ്രൻ, HMS പ്രസിഡന്റ് P കിഷൻ ചന്ദ്, കേരള മുനിസിപ്പൽ സംഘ് സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള സ്റ്റേറ്റ് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് ലേബർ സെന്റർ HMSന്റെ ആഭിമുഖ്യത്തിൽ ഓട്ടോ തൊഴിലാളി സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി JDU സംസ്ഥാന ജനറൽ സെക്രട്ടറി K ശങ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് ലേബർ സെന്റർ HMSന്റെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ഓട്ടോ തൊഴിലാളി സമ്മേളനവും കുടുംബസംഗമവും നടന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി JDU സംസ്ഥാന ജനറൽ സെക്രട്ടറി K ശങ്കരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ഓട്ടോ തൊഴിലാളികളെന്നും നല്ല പ്രവർത്തനത്തിന് പേരുകേട്ടവരാണെന്നും മാൻഹോൾ ദുരന്തത്തിൽ വിട പറഞ്ഞ നൌഷാദിനെ ഈ അവസരത്തിൽ ഓർക്കുന്നുവെന്നും സ്വാഗത സംഘം ചെയർമാൻ NC മോയിൻകുട്ടി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ ഉത്തരവുകളും നടപടികളുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ടു പോകുമ്പോൾ തൊഴിൽ സുരക്ഷ നേടിയെടുക്കാൻ സമരമാർഗങ്ങൾക്ക് രൂപം നൽകാൻ പോവുകയാണെന്നും സമ്മേളനം പറഞ്ഞു. തൊഴിൽ മേഖലയിലെ പ്രതിസന്ധികളും പുത്തൻ സാമ്പത്തിക നയവും എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. ചടങ്ങിൽ HMS ജില്ലാ സെക്രട്ടറി KP സനൽകുമാർ, ആയടത്തിൽ രവീന്ദ്രൻ, സബാഹ് പുൽപ്പറ്റ, B കുഞ്ഞാലി, എടയത്ത് ശ്രീധരൻ, ഇളമന ഹരിദാസ്, TK ബാലഗോപാലൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രൈവറ്റ് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ AITCയുടെ 28ാം ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. കോഴിക്കോട് AITC ഹാളിൽ നടന്ന പരിപാടി AITC ജില്ലാ ജനറൽ സെക്രട്ടറി KG പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പ്രൈവറ്റ് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ AITCയുടെ 28ാം ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചു. കോഴിക്കോട് AITC ഹാളിൽ നടന്ന പരിപാടി AITC ജില്ലാ ജനറൽ സെക്രട്ടറി KG പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി സംഘടനകളുടെ ഐക്യം നഷ്ടപ്പെടുത്തുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും അതിനാൽ സംഘടന ഐക്യത്തോടുകൂടി തന്നെ മുന്നേറുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രൈവറ്റ് ബസ്, ഓട്ടോറിക്ഷ, ലോറി, ജീപ്പ്, കാർ, ഗുഡ്സ്, ടെമ്പോ വാൻ, ടിപ്പർ ലോറി തുടങ്ങിയ വാഹനങ്ങളിലും വാഹന റിപ്പയർ, ഇൻഡസ്ട്രിയൽ എന്നീ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന ജില്ലയിലെ 100 കണക്കിന് തൊഴിലാളികളെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയാണ് പ്രൈവറ്റ് മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് വർക്കേഴ്സ് യൂണിയൻ AITC. മോട്ടോർ വ്യവസായവും തൊഴിലാളികളും നേരിടുന്ന പ്രതിസന്ധികളും അതിലെ പ്രയാസങ്ങളുമാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്തത്. ചടങ്ങിൽ PK നാസർ അധ്യക്ഷനായിരുന്നു. സംഘടനാ സെക്രട്ടറി U സതീശൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PM ഗോപിനാഥൻ, VR രമേശ്, AIYF ജില്ലാ സെക്രട്ടറി P ഗവാസ്, CPI സിറ്റി സൌത്ത് സെക്രട്ടറി AKM കുട്ടി, CPI സിറ്റി നോർത്ത് സെക്രട്ടറി PP മാധവൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തയിലൊരു ഇടവേള. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ, കോഴിക്കോട് ബോട്ടിങ്ങിന് പറ്റിയ നല്ല സ്ഥലം എവിടെയാ? കോഴിക്കോട് കക്കയമുണ്ട്, 45 കിലോമീറ്റർ ഉള്ളിൽ വരും. അതിന്റെ റൂട്ട് മാപ്പ് എവിടെ ഉണ്ടോ? കക്കയത്തിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. റൂട്ട് മാപ്പ്, ബോട്ടിംഗ്, എവറിത്തിങ്. താങ്ക് യു വെരി മച്ച് സാർ. ഓക്കെ, താങ്ക് യു. കക്കയം മലബാറിന്റെ ഊട്ടി. വിനോദസഞ്ചാരികൾക്ക് ഒരു പച്ചത്തുരുത്ത്, കുളിര് പെയ്യുന്ന അന്തരീക്ഷം, വെള്ളച്ചാട്ടങ്ങളുടെ തൂവെള്ള കാഴ്ചകൾ, ഓളപ്പരപ്പുകൾക്കു മീതെ വേഗതയുടെ അനുഭവം കുറിക്കാം. മലബാർ ഹെവൻ എന്ന ബോട്ടിംഗ് സെന്റർ. വെറും 750 രൂപയ്ക്ക് 5 പേർക്ക് സ്പീഡ് ബോട്ട് യാത്ര, ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ. സ്ത്രീകൾക്കും കുട്ടികൾക്കും വരെ ആശങ്കയില്ലാതെ ബോട്ടിംഗ് നടത്താം. ദൂരെ നിന്ന് വരുന്നവർക്ക് താമസിക്കാൻ 12 ക്വാർട്ടേഴ്സുകൾ. കാട്ടുപാതയിലൂടെ കക്കയം ഡാമിലേക്ക് സൈക്കിൾ സവാരി നടത്തുവാനുള്ള സൗകര്യം. മലബാർ ഹെവൻ, സഞ്ചാരികൾക്ക് മലബാറിലെ പറുദീസ. സുവർണകാലത്തിന്റെ കയ്യൊപ്പുമായി നമ്മുടെ സ്വന്തം ഉമ്മൻചാണ്ടി സർക്കാർ. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരേടത്ത് പാലം ഗ്രൌണ്ടിൽ. ഹാൻഡ്വീവ് മൂല്യവർദ്ധിത ഹാൻഡ്ലൂം തുണിത്തരങ്ങൾ, കോട്ടൺ സാരികൾ, സെറ്റ് മുണ്ടുകൾ, ധോത്തികൾ, കൈലികൾ, കിടക്കവിരികൾ, ഫർണിഷിംഗുകൾ, ഫ്ലോർ മാറ്റുകൾ എന്നിവയുടെ വിപുലമായ ശേഖരം.
1000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ വിൽപ്പനയ്ക്കും സമ്മാന കൂപ്പൺ. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് 1000 രൂപ വിലയുള്ള കൈത്തറി വസ്ത്രങ്ങൾ സമ്മാനം. 20% സർക്കാർ റിബേറ്റ്. ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ മെഗാ സമ്മാനങ്ങൾ. നാഷണൽ ഹാൻഡ്ലൂം എക്സ്പോ 2016 കോഴിക്കോട് അരയടുത്തുപാലം ഗ്രൗണ്ടിൽ മാർച്ച് 5 വരെ മാത്രം. വാർത്തകൾ തുടരുന്നു. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും രാജ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി യുദ്ധമുഖത്തേക്ക് ഇറങ്ങുന്ന ജവാന്മാരെ തഴയുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബുരാജ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗിന്റെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വിമുക്ത ഭടന്മാരുടെ വീട്ടുനികുതി പൂർണ്ണമായി ഒഴിവാക്കുക, തറവിസ്തീർണ പരിധി എടുത്തുകളയുക, മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ CSD ക്യാന്റീനുകളിൽ മൂല്യാധിഷ്ഠിത നികുതി പൂർണ്ണമായി ഒഴിവാക്കുക, CSD ക്യാന്റീനുകളിൽ ലഭ്യമാക്കിയിരുന്ന ഗാർഹിക സാധനങ്ങളുടെ വിൽപ്പന പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കളക്ടറേറ്റിനു മുന്നിൽ നടന്ന ധർണ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും രാജ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി യുദ്ധമുഖത്തേക്കിറങ്ങുന്ന ജവാന്മാരെ തഴയുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. വിമുക്ത ഭടന്മാരെ നിഷ്കരുണം ഒഴിവാക്കുന്ന നടപടി തിരുത്തി വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ വിവിധ ഉത്തരവുകൾ പ്രകാരം വിമുക്ത ഭടന്മാരുടെയും അവരുടെ വിധവകളുടെയും യഥാർത്ഥ താമസത്തിനായി ഉപയോഗിക്കുന്ന വീടുകളെ വീട്ടുകരം ഒടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഈ ആനുകൂല്യം നിലവിലെ സർക്കാർ നിഷേധിക്കുകയായിരുന്നു. ഇതുകൂടാതെ CSD ക്യാന്റീനുകളിൽ നിന്നും വിമുക്ത ഭടന്മാർ വാങ്ങുന്ന സാധനങ്ങൾക്ക് സംസ്ഥാനത്ത് നിലനിൽക്കുന്ന മൂല്യാധിഷ്ഠിത നികുതിയുടെ 50% ഇപ്പോഴും കൊടുക്കേണ്ടി വരുന്നുണ്ട്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ വാറ്റ് പൂർണ്ണമായും ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് കേരളത്തിലെ വിമുക്ത ഭടന്മാർ ഇത്തരം ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. നിലവിൽ CSD ക്യാന്റീനുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരുന്ന നോൺ CSD സാധനങ്ങളും ജവാന്മാർക്ക് ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപമുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾക്ക് അധികൃതർ ഉടൻ നടപടിയെടുക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. കളക്ടറേറ്റിനു മുന്നിൽ നടന്ന ധർണയിൽ KSESL പ്രസിഡന്റ് റിട്ടയർഡ് കേണൽ NRR വർമ്മരാജ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി മോഹനൻ പട്ടോന, KPCC ജനറൽ സെക്രട്ടറി പ്രവീൺ കുമാർ, ലഫ്റ്റനന്റ് കേണൽ ജയദേവൻ, രാഘവൻ CP, ബാലകൃഷ്ണൻ ചാലിൽ, അമ്മിണി വർമ്മ, രാധാരാഘവൻ, മാധവൻ നായർ, വാസുദേവൻ നായർ, രാമചന്ദ്രൻ മുക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്ത്രീകളുടെ ഉന്നമനത്തിനും ഫാഷൻ മേഖലയിലേക്കുള്ള കടന്നുവരവിനും സാമൂഹിക സംഘടനകളുടെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് പ്രദീപ് കുമാർ MLA. ഒയ്സ്ക ഇന്റർനാഷണലും കാലിക്കറ്റ് സർവകലാശാലയും സംയുക്തമായി സംഘടിപ്പിച്ച ഹാൻഡ് എംബ്രോയിഡറി പരിശീലന ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വന്തമായി ഡിസൈൻ ചെയ്ത വസ്ത്രങ്ങൾ അണിഞ്ഞാണ് ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള വീട്ടമ്മമാർ എത്തിയത്. ഒയ്സ്ക ഇന്റർനാഷണലും കാലിക്കറ്റ് സർവകലാശാല ലൈഫ് ലോങ് ലേണിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച 10 ദിവസത്തെ എംബ്രോയിഡറി പരിശീലന ക്ലാസാണ് വീട്ടമ്മമാർക്ക് പ്രയോജനകരമായത്. സ്വന്തമായി വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യാനും പുതിയ ഫാഷൻ രീതികളെ അറിയാനുമുള്ള അവസരമായിരുന്നു 10 ദിവസത്തെ പരിശീലന ക്ലാസിൽ സംഘാടകർ ഒരുക്കിയിരുന്നത്. ഒയ്സ്ക യൂത്ത് സെന്ററിൽ നടന്ന പരിശീലന ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം പ്രദീപ് കുമാർ MLA നിർവഹിച്ചു. സ്ത്രീകളുടെ ഉന്നമനത്തിനും ഫാഷൻ മേഖലയിലേക്കുള്ള കടന്നുവരവിനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ഒയ്സ്കയുടെയും പ്രവർത്തനം മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 54 വീട്ടമ്മമാർക്കാണ് പരിശീലന ക്ലാസിന്റെ ഭാഗമായുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തത്. ക്ലാസിൽ പങ്കെടുത്തവർക്ക് വസ്ത്രങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും നടത്താനുള്ള സംവിധാനവും ഒരുക്കുമെന്ന് ഒയ്സ്ക ഭാരവാഹികൾ പറഞ്ഞു. ചടങ്ങിൽ ഒയ്സ്ക SIC ജനറൽ സെക്രട്ടറി M. അരവിന്ദ് ബാബു, PK നളിനാക്ഷൻ, ഷീബ രഘുനാഥ്, സോയ ബേബി, ഒയ്സ്ക SIC വൈസ് പ്രസിഡന്റ് KP അബൂബക്കർ, പ്രശാന്ത് K, സീന വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനങ്ങളിൽ പരിഭ്രാന്തി പരത്തി നടക്കാവിലെ ബിസ്മി സൂപ്പർ മാർക്കറ്റിനു മുൻവശത്തെ ജനറേറ്ററിൽ നിന്ന് തീ പടർന്നു. പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും സംയോജിത ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കിയത്. നടക്കാവിലെ ബിസ്മി സൂപ്പർ മാർക്കറ്റിന് മുൻവശത്താണ് സംഭവമുണ്ടായത്. റോഡിന് സമീപത്തുണ്ടായിരുന്ന ജനറേറ്ററിൽ നിന്ന് പുക വരാൻ തുടങ്ങിയതാണ് ഏറെ ആശങ്കകൾക്ക് വഴിവെച്ചത്. രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ജനറേറ്ററിൽ നിന്നും ആദ്യം ചെറുതായി പുകയുയർന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നാൽ പിന്നീട് പ്രദേശത്താകെ ദുർഗന്ധത്തോടെ പുകയുയർന്നത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഞാൻ പുറത്തേക്ക് എന്തിനും മണം കേട്ട് വന്ന് നോക്കുന്ന സമയത്ത് ജനറേറ്ററിന്റെ അവിടെ നിന്ന് പുക വരുന്നതാണ് കാണുന്നത്. ജനറേറ്റർ കാണുന്നില്ല, അത്രക്കും പുക വന്നിട്ടുണ്ട്. ജനങ്ങൾ അപ്പോഴേക്കെല്ലാം കൂടി നിന്നിട്ടുണ്ട്. പിന്നീട് ബീച്ച് ഫയർ സ്റ്റേഷനിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തിയാണ് ആശങ്കയ്ക്ക് അറുതി വരുത്തിയത്. സംഭവം അറിഞ്ഞ നിരവധി പേരാണ് ബിസ്മി സൂപ്പർ മാർക്കറ്റ് പരിസരത്ത് എത്തിയത്. ജനങ്ങളെ അല്പനേരത്തേക്കെങ്കിലും ഭീതിയിലാഴ്ത്തിയെങ്കിലും പോലീസിന്റെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും സംയോജിത ഇടപെടൽ വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. പൂർണ്ണമായും നശിച്ച നിലയിലാണ് ജനറേറ്റർ. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
കോഴിക്കോട് താലൂക്കിലെ കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ CITU കോഴിക്കോട് റേഞ്ചിന്റെ കുടുംബസംഗമവും കലാകായിക മത്സരങ്ങളും NGO യൂണിയൻ ഹാളിൽ നടന്നു. പരിപാടി KGNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് താലൂക്കിലെ കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ CITU കോഴിക്കോട് റേഞ്ചിന്റെ കുടുംബസംഗമം NGO യൂണിയൻ ഹാളിൽ നടന്നു. കുടുംബസംഗമത്തിന്റെ ഭാഗമായി വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി. പരിപാടികൾ KGNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. പരമ്പരാഗത തൊഴിൽ മേഖലയെ എന്തുവില കൊടുത്തും സംരക്ഷിക്കണമെന്നും യൂണിയൻ നേരിടുന്ന പ്രതിസന്ധികൾക്ക് സർക്കാർ ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്നും അവർ പറഞ്ഞു. തൊഴിലാളി സംഘടനകളുടെ പരമമായ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്താൽ മാത്രമേ വരാനിരിക്കുന്ന ഒരു കാലഘട്ടം നമുക്ക് അനുകൂലമായി മാറ്റാൻ നമുക്ക് സാധിക്കുള്ളൂ. അത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പിന് നിങ്ങൾക്ക് സാധിക്കണം. ചടങ്ങിൽ കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി EK സിദ്ധാർത്ഥൻ അധ്യക്ഷനായിരുന്നു. ട്രഷറർ KK മോഹനൻ, VK രമേശൻ, MV മംഗളാനന്ദൻ, AV സദാശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കമ്പവലി, ഷൂട്ടൌട്ട് മത്സരങ്ങൾ, മ്യൂസിക്കൽ ചെയർ സംഗീത സന്ധ്യ, കളരി അഭ്യാസം, ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാവൂരിൽ ഗ്രാസിംഗ് കമ്പനി നിയമവിരുദ്ധമായി കൈയടക്കി വെച്ചിരിക്കുന്ന 400 ഏക്കറോളം ഭൂമി സർക്കാർ ഏറ്റെടുത്ത് പൊതുമേഖലാ വ്യവസായം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 22-ന് നിർദ്ദിഷ്ട ഭൂമിയിലേക്ക് AITC ബഹുജന മാർച്ച് സംഘടിപ്പിക്കും. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊഗേരി ഉദ്ഘാടനം ചെയ്യും. ഗ്രാസിം ഇൻഡസ്ട്രീസ് നിയമവിരുദ്ധമായി കൈയടക്കി വെച്ചിരിക്കുന്ന 400 ഏക്കറോളം വരുന്ന ഭൂമി ഗവൺമെന്റ് പൊതുമേഖലയിൽ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് മാവൂർ ഗ്രാസിം ഭൂമി സർക്കാർ ഏറ്റെടുത്ത് കൂടുതൽ തൊഴിലവസരം ഉറപ്പുവരുത്തി പൊതുമേഖലാ വ്യവസായം തുടങ്ങണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് AITC ഫെബ്രുവരി 22-ന് രാവിലെ 10 മണിക്ക് ഗ്രാസിം കൈയടക്കി വെച്ചിരിക്കുന്ന ഭൂമിയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കും. രാവിലെ 10 മണിക്ക് മാവൂർ കല്ലാട്ട് കൃഷ്ണസ്മാരക മന്ദിരത്തിന് സമീപത്തു നിന്നും ആരംഭിക്കുന്ന മാർച്ച് CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി സത്യൻ മൊഗേരി ഉദ്ഘാടനം ചെയ്യും. മുൻ റവന്യൂ മന്ത്രിയും AITC സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ KP രാജേന്ദ്രൻ, CPI കോഴിക്കോട് ജില്ലാ സെക്രട്ടറി TV ബാലൻ, ബഹുജന സംഘടനാ നേതാക്കൾ എന്നിവർ പ്രസംഗിക്കും. വാർത്തകളിൽ ഒരിടവേള കൂടി. All I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. വരൂ വരൂ. എന്താ വേണ്ടത് മാഡം? ബാംഗിൾസ് ഒന്ന് നോക്കണം. ഓ പിന്നെന്താ, നിറയെ പഴയ കടയാ, എല്ലാ ഡിസൈൻസും ഇവിടെ ഉണ്ടാവും. ഇത് നോക്ക. കുറച്ചുകൂടെ ബെറ്റർ. ഓ പിന്നെന്താ. എനിത്തിങ് ട്രെൻഡി ആൻഡ് മോഡേൺ? ഓ ഉണ്ടല്ലോ, ആയിരക്കണക്കിന്. അതെ, ഇവിടെ അല്ല, മലബാർ ഗോൾഡൻ ഡയമണ്ടില് അഴകേറും ആയിരക്കണക്കിന് വളകളുടെ ഉത്സവം. ബ്രൈഡൽ വെയർ, പാർട്ടി വെയർ, ഡെയിലി വെയർ ഡിസൈനുകൾ. ഗ്രാമിന് 100 രൂപ എക്സ്ചേഞ്ച് ഓഫർ. അഡ്വാൻസ് ബുക്കിംഗിന് പ്രത്യേക ആനുകൂല്യങ്ങൾ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൽ മാത്രം. വാർത്തകൾ തുടരുന്നു. കക്കഞ്ചേരി തനിമ സ്വയം സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനവും ചികിത്സാ സഹായ വിതരണവും പുരുഷൻ കടലുണ്ടി MLA നിർവഹിച്ചു. ഉള്ളേരി കക്കഞ്ചേരി തനിമ സ്വയം സഹായ സംഘവും കോഴിക്കോട് മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗവും സംയുക്തമായി വൃക്കരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. കക്കഞ്ചേരി ബുസ്താനുൽ ഉലും മദ്രസയിൽ വെച്ച് നടന്ന ക്യാമ്പ് പുരുഷൻ കടലുണ്ടി MLA ഉദ്ഘാടനം ചെയ്തു. അത് വേണ്ട രൂപത്തിൽ മെഡിക്കൽ കോളേജിന്റെ സഹായത്തോടുകൂടി ചെയ്യാൻ തയ്യാറായ ഈ പ്രവർത്തകരെ അഭിനന്ദിക്കുകയും ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും ചെയ്തു. റഹീമഠത്തിൽ അധ്യക്ഷനായിരുന്നു. KM വേലായുധൻ, വാർഡ് മെമ്പർമാരായ ഷിൽജ ചമ്മൂങ്കര, സുജാത നമ്പൂതിരി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രിക പൂമടത്തിൽ, ശങ്കരൻ കുന്നത്ത്, ഇമ്പിച്ചി മൊയ്തി കിഴുവന, അബൂബക്കർ എടവലത്ത്, ശങ്കരൻ പൂമടത്തിൽ, സാവിത്രി C, വിപിൻ, സന്തോഷ് CM എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഉള്ളേരി. UPA സർക്കാർ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതിയും ഭക്ഷ്യസുരക്ഷാ പദ്ധതിയും മോദി സർക്കാർ അട്ടിമറിച്ചെന്ന്
INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ INTUC ജില്ലാ കമ്മിറ്റി നടത്തിയ പൊതുയോഗവും റാലിയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ INTUC ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നഗരത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച റാലിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധമിരമ്പി. കിഡ്സൺ കോർണർ പരിസരത്ത് നടന്ന പൊതുയോഗം INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഭാരത സംസ്കാരത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കോടതി വളപ്പിൽ പോലും നിയമം കയ്യിലെടുത്ത് അക്രമം കാണിക്കുന്നത് തികച്ചും ആപത്കരമാണ്. ആ സ്ഥിതിവിശേഷമാണ് രാജ്യത്ത് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. 10 വർഷക്കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, എന്നാൽ ഘടകകക്ഷികളുടെ സഹായത്തോടുകൂടി UPA 1ഉം 2ഉം ഗവൺമെന്റ് ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നു. UPA ഗവൺമെന്റ് ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഒരുപക്ഷെ BJP-ക്കാരന് പോലും ഓർക്കാൻ കഴിയുന്നതല്ല. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ അധ്യക്ഷം വഹിച്ചു. AICC അംഗം PV ഗംഗാധരൻ, MP പത്മനാഭൻ, KC രാമചന്ദ്രൻ, MP ജനാർദ്ദനൻ, MK ബീരാൻ, PMA നാസർ, അഡ്വക്കേറ്റ് PM നിയാസ്, അഡ്വക്കേറ്റ് E നാരായണൻ നായർ, നിഷാബ് മുല്ലോളി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൃണാളിനി സാരാഭായ് അനുസ്മരണം ഫെബ്രുവരി 23-ന് കോഴിക്കോട്ട് നടക്കും. കലാ, സാഹിത്യ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഒന്നിച്ചു ചേർന്ന് ദീപം തെളിയിക്കും. നൃത്താവതരണവും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മൃണാളിനി സാരാഭായ് സ്മരണാഞ്ജലി ഫെബ്രുവരി 23-ന് കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടക്കും. ആലങ്കോട് ലീലാകൃഷ്ണൻ പരിപാടിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തും. മൃണാളിനി സാരാഭായിയുടെ ശിഷ്യനും ലോകപ്രശസ്ത നർത്തകനുമായ കോട്ടക്കൽ ശശിധരൻ അവതരിപ്പിക്കുന്ന നൃത്താർച്ചന പരിപാടിയുടെ മുഖ്യ ആകർഷണമായിരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ കലാ, സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ ഒന്നിച്ചു ചേർന്ന് ദീപം തെളിയിച്ച് സ്മരണാഞ്ജലി അർപ്പിക്കുമെന്നും ഡോക്ടർ ഖദീജ മുംതാസ്, അഡ്വക്കേറ്റ് TP രാമചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. JNU സംഭവത്തിനെതിരെ AIYF ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ മൊഫീസൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. CPI ദേശീയ കൌൺസിൽ അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഗവാസ് അധ്യക്ഷത വഹിച്ചു. JNUവിനെ സംഘപരിവാറിന് വിട്ടുകൊടുക്കില്ല, കന്നയ്യകുമാറിനെ വിട്ടയക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫാസിസ്റ്റ് ഭീകരതയ്ക്കെതിരെ AIYF, AISF നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ കൂട്ടായ്മ CPI ദേശീയ കൌൺസിൽ അംഗം CN ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘപരിവാർ ഉണ്ടാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലാണ് JNUവിലെ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റും AISF നേതാവുമായ കന്നയ്യകുമാറിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു. മാസങ്ങൾക്ക് മുൻപ് JNUവിൽ നടന്ന വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് സമയത്ത് സംഘപരിവാറിന്റെ ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരെ തീപ്പൊരി പ്രസംഗം നടത്തുകയും JNUവിലെ ഒരു വിഭാഗം വിദ്യാർത്ഥികളുടെ പിന്തുണ നേടുകയും ചെയ്ത കന്നയ്യകുമാർ സംഘപരിവാർ സംഘടനകളുടെ നോട്ടപ്പുള്ളിയായിരുന്നു. JNUവിൽ നടന്ന അഫ്സൽ ഗുരു അനുസ്മരണ പരിപാടികൾ സംഘർഷത്തിലേക്ക് നീങ്ങിയപ്പോൾ അവിടെ സമാധാനമുണ്ടാക്കാനാണ് വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായ കന്നയ്യകുമാർ എത്തിയത്. എന്നാൽ സംഘപരിവാർ ശക്തികളുടെ പ്രേരണയിൽ കന്നയ്യകുമാറിനെ രാജ്യദ്രോഹം കുറ്റം ചുമത്തി ജയിലിലടക്കുകയാണ് ഡൽഹി പോലീസ് ചെയ്തതെന്നും അദ്ദേഹം ആരോപിച്ചു. AIYF ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് P ഗവാസ് അധ്യക്ഷം വഹിച്ചു. കന്നയ്യകുമാറിന്റെ രാഷ്ട്രീയം അടയാളപ്പെടുത്തുന്ന AIYF തയ്യാറാക്കിയ ഡോക്യുമെന്ററിയുടെ പ്രദർശനം തിരക്കഥാകൃത്ത് TA റസാഖ് ഉദ്ഘാടനം ചെയ്തു. AIYF ജില്ലാ പ്രസിഡന്റ് അജയ് ആവള, PK നാസർ, PM ശശി, എലിസബത്ത് മണി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കനറ ബാങ്കിലെ സർക്കാർ ഓഹരികൾ നിലനിർത്തുക, ധൂർത്ത് അവസാനിപ്പിക്കുക, ദിവസക്കൂലിക്കാരെ സ്ഥിരപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കനറ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ നേതൃത്വത്തിൽ ബാങ്ക് സർക്കിൾ ഓഫീസ് പരിസരത്ത് ധർണ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. കനറ ബാങ്ക് സ്റ്റാഫ് യൂണിയൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സർക്കിൾ ഓഫീസ് പരിസരത്ത് സായാഹ്ന ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സാമ്രാജ്യത്വ അനുകൂല നിലപാടുകൾ സ്വീകരിച്ച് എല്ലാ മേഖലകളിലും അസ്വസ്ഥത വിതച്ചുകൊണ്ടാണ് രാജ്യത്തെ ഭരണാധികാരികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. M രാജു അധ്യക്ഷനായിരുന്നു. N ഷാൻബാഗ്, A അജയൻ, T ജോസഫ് എന്നിവർ സംസാരിച്ചു. KK ദിവാകരൻ സ്വാഗതവും K സനീഷ് നന്ദിയും പറഞ്ഞു. ബാങ്കിലെ സർക്കാർ ഓഹരികൾ നിലനിർത്തുക, സർക്കിൾ പുനഃസംഘടനയുടെ പേരിലെ ധൂർത്ത് അവസാനിപ്പിക്കുക, എല്ലാ ദിവസക്കൂലിക്കാരെയും സ്ഥിരപ്പെടുത്തുക, ദിവസക്കൂലിക്ക് മിനിമം വേതനം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന അഖിലേന്ത്യാ പ്രക്ഷോഭത്തിന്റെ ഭാഗമായുള്ള വാഹന പ്രചരണ ജാഥയുടെ സമാപനം കുറിച്ചായിരുന്നു ധർണ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഗ്രികോ കോഴിക്കോട് ജില്ലയിൽ 17 സഹകരണ അരിക്കടകൾ ആരംഭിക്കുന്നു. ഇതിന്റെ കേന്ദ്രീകൃത ഉദ്ഘാടനം ഫെബ്രുവരി 22-ന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
2014 പ്രവർത്തനം ആരംഭിച്ച കോഴിക്കോട് സഹകരണ കാർഷികോൽപാദന സംസ്കരണ വിപണന സംഘം ഒട്ടനവധി പദ്ധതികളുമായി 2 വർഷം പിന്നിട്ടിരിക്കുകയാണ്. സൊസൈറ്റിയുടെ പുതിയ പദ്ധതിയായ സഹകരണ അരിക്കട ജില്ലയിൽ 100 കേന്ദ്രങ്ങളിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. അരിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളും സബ്സിഡി നിരക്കിൽ നൽകിക്കൊണ്ട് വിതരണം ചെയ്യുന്ന ഒരു മിനി സൂപ്പർ മാർക്കറ്റാണ് ആരംഭിക്കുന്നത്. 17 വിപണന കേന്ദ്രത്തിന്റെ കേന്ദ്രീകരിച്ച ഉദ്ഘാടന ചടങ്ങ് 22 തിങ്കളാഴ്ച രാവിലെ 10:00 വേങ്ങേരി തടമ്പട്ട് താഴം കാർഷിക മൊത്ത വിപണന കേന്ദ്രത്തിൽ വെച്ച് ജില്ലാ സഹകരണ രജിസ്ട്രാർ VS വത്സരാജ് നിർവഹിക്കും. ആദ്യ വിൽപ്പന കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ചെയർമാൻ CN വിജയകൃഷ്ണൻ നിർവഹിക്കുമെന്നും സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സൂര്യസോപാനം കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ തൗരിത്രികം കഥകളിക്ക് തുടക്കം. തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ 3 ദിവസങ്ങളിലായാണ് പരിപാടി. വൈക്കം P. രാജശേഖരനാണ് കഥ എഴുതിയിരിക്കുന്നത്. ശാസ്ത്രീയ കലകളുടെ പ്രോത്സാഹനത്തിനും പരിശീലനത്തിനുമായുള്ള സൂര്യസോപാനം കൾച്ചറൽ ട്രസ്റ്റിന്റെ വാർഷിക പരിപാടിയുടെ ഭാഗമായി തളി പത്മശ്രീ കല്യാണ മണ്ഡപത്തിൽ തൗരിത്രികം കഥകളി അരങ്ങേറി. വൈകിട്ട് 6 മുതൽ 2 ദിവസം കൂടി കഥകളി അവതരണമുണ്ടാകും. കുരുക്ഷേത്ര യുദ്ധത്തിനു മുൻപും പിൻപുമുള്ള ഭാരതകഥ പരിണാമങ്ങളെ ഭാവതീവ്രമായ ഒട്ടേറെ രംഗങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന വൈക്കം P. രാജശേഖരന്റെ അർജുന വിഷാന്ത വൃത്തമാണ് അവതരിപ്പിച്ചത്. കലാമണ്ഡലം രാജശേഖരൻ, കലാമണ്ഡലം കൃഷ്ണകുമാർ, കലാമണ്ഡലം ശ്രീകുമാർ, കോട്ടയ്ക്കൽ മധു, നെടുമ്പള്ളി രാംമോഹൻ മുതലായവരാണ് പങ്കെടുത്തത്. കോട്ടയത്ത് തമ്പുരാന്റെ പ്രസിദ്ധവും ചിട്ടപ്രധാനവുമായ നിവാദ കവച കാലകേയവധമാണ് അരങ്ങേറിയത്. കേരള കലാമണ്ഡലം റിട്ടയർഡ് പ്രിൻസിപ്പൽ കലാമണ്ഡലം സുബ്രഹ്മണ്യനാണ് അർജുനനായി അരങ്ങിലെത്തിയത്. കലാമണ്ഡലം സാജൻ, സദനം സുരേഷ്, കലാമണ്ഡലം ബാബു നമ്പൂതിരി, സദനം ജ്യോതിഷ് ബാബു, കലാമണ്ഡലം ബാലസുന്ദരൻ, കലാമണ്ഡലം രാജനാരായണൻ എന്നിവരും പങ്കെടുത്തു. ജയേന്ദ്രൻ, ദുശ്ശള, ദൂതൻ, അർജുനൻ, ശ്രീകൃഷ്ണൻ എന്നീ കഥാപാത്രങ്ങളിലൂടെയാണ് വൈക്കം P. രാജശേഖരൻ ഈ കഥ എഴുതിയിരിക്കുന്നത്. 4 രംഗങ്ങളിലായാണ് കഥ അവതരിപ്പിക്കുന്നത്. കോട്ടയ്ക്കൽ മധു, നെടുമ്പള്ളി രാംമോഹൻ എന്നിവരായിരുന്നു പാട്ട്. കലാമണ്ഡലം ബാലസുന്ദർ, കലാമണ്ഡലം ശ്രീവിൻ എന്നിവർ ചെണ്ടയിലും, കലാമണ്ഡലം വൈശാഖ്, കലാമണ്ഡലം റെനിൽ എന്നിവർ മദ്ദളവും വായിച്ചു. കലാമണ്ഡലം ബാലൻ ചുട്ടി, സേതു ഷാജി, അരുൺ ആരോമൽ എന്നിവരായിരുന്നു മറ്റ് കലാകാരന്മാർ. ചെറുതുരുത്തി കലാതരംഗിനാണ് കോപ്പ്. 2 പതിറ്റാണ്ടിനു ശേഷം കടന്നുവന്ന 2 ആഴ്ചക്കാലം കാൽപന്ത് പ്രേമികളെ ആവേശത്തിലാഴ്ത്തിയ നാഗ്ജി ഇന്റർനാഷണൽ ടൂർണമെന്റിന് ഞായറാഴ്ച സമാപനമാകും. EMS സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്ക് ഉക്രൈനും ബ്രസീലും ഫൈനലിൽ ഏറ്റുമുട്ടും. ആരാധകർ കാത്തിരുന്നതുപോലെയായിരുന്നു സെമി ഫൈനലുകൾ. ബ്രസീലിന്റെ ക്ലബ് അത്ലറ്റിക്കോ പരാനൻസും അയർലൻഡിന്റെ ഷാംലോക്ക് വോവേഴ്സ് FCയും തമ്മിലായിരുന്നു ആദ്യ മത്സരം. മത്സരത്തിൽ ബ്രസീൽ 1 ഗോളിന് ജയം നേടി. വെള്ളിയാഴ്ച നടന്ന 2ാം സെമിയിൽ ഇംഗ്ലണ്ടിന്റെ വാറ്റ്ഫോർഡ് FCയും യുക്രൈന്റെ നിപ്രോയുമായിരുന്നു മത്സരം. എക്സ്ട്രാ ടൈമിലൂടെ നേടിയ 3 ഗോൾ കൊണ്ട് യുക്രൈനിന്റെ നിപ്രോ ഫൈനലിൽ പ്രവേശിച്ചു. ഒട്ടേറെ അവസരങ്ങൾ പാഴാക്കിയ കളിയിൽ അധിക സമയത്ത് നിപ്രോ 2 ഗോളുകൾ നേടുകയും ഒരെണ്ണം വാറ്റ്ഫോർഡ് സെൽഫ് ഗോളിലൂടെ സംഭാവനയും ചെയ്തു. ടൂർണമെന്റിൽ 1 ഗോളും വഴങ്ങാതെയാണ് നിപ്രോ ഫൈനലിൽ പ്രവേശിച്ചത്. ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ നിപ്രോ അത്ലറ്റിക്കോ പരാനൻസിനെ നേരിടും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു അഖിലേന്ത്യാ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റ് ഫിയാസ്റ്റോ ക്ലബ്ബ് തുടക്കം കുറിക്കുകയാണ്. ഫെബ്രുവരി 22 മുതൽ 28 വരെ VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ടൂർണമെന്റ് നടക്കുന്നത്. ടൂർണമെന്റിൽ പുരുഷ വനിതാ വിഭാഗങ്ങളിലായി 6 വീതം ടീമുകളാണ് പങ്കെടുക്കുന്നത്. മേയർ VKC മുഹമ്മദ് ഗോയ 22 വൈകിട്ട് 5 മണിക്ക് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ടൂർണമെന്റിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. രാജ്യത്ത് നിലനിൽക്കുന്ന അസഹിഷ്ണുതയും വർഗീയ ചേരിതിരിവും ഇല്ലാതാക്കാൻ യോജിച്ച പ്രവർത്തനം ആവശ്യമാണെന്ന് INTUC ദേശീയ വൈസ് പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ട് നഗരശുചീകരണ തൊഴിലാളികളുടെ കോർപ്പറേഷൻ ഓഫീസ് മാർച്ച്. നഗരത്തിൽ വീണ്ടും അഗ്നിബാധ. പുതിയ സ്റ്റാൻഡ് മാവൂർ റോഡ് ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന KSRTC ബസിൽ നിന്നാണ് തീ പടർന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.